തീപിടുത്തം ഉണ്ടാകാൻ ആവശ്യമായ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? താപം, ഇന്ധനം, ഓക്സിജൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഫയർ ട്രയാങ്കിൾ പൂർത്തിയാക്കുന്നത്? താപം. ഖരപദാർത്ഥങ്ങൾക്ക് ഉണ്ടാകുന്ന തീപിടുത്തം ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത്? ക്ലാസ് എ. ദ്രാവകങ്ങൾ മൂലമുണ്ടാകുന്ന തീപിടുത്തം അണയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഏതാണ്? ഫോം. പാചകവാതകം മൂലമുണ്ടാകുന്ന തീപിടുത്തം ഏത് ക്ലാസ് ഫയർ വിഭാഗത്തിലാണ് വരുന്നത്? ക്ലാസ് സി. വൈദ്യുത ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം അണയ്ക്കാൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്വിഷർ. പാസ് എന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പുൾ, എയിം, ക്വിസ്, വീവ്. തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഓക്സിജന്റെ അളവ് കുറച്ച് തീ അണയ്ക്കുന്ന രീതിയെ വിളിക്കുന്ന പേര് സ്മോത്തറിംഗ്. ഇന്ധനം മാറ്റിക്കൊണ്ട് തീ അണയ്ക്കുന്ന രീതിക്ക് പറയുന്ന പേര് സ്റ്റാർവേഷൻ. താപനില കുറച്ചുകൊണ്ട് തീ അണയ്ക്കുന്ന രീതി കൂളിംഗ്. ലോഹങ്ങൾക്ക് ഉണ്ടാകുന്ന തീപിടുത്തം ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുന്നു? ക്ലാസ് ഡി. കിച്ചൺ ഫയർ ഏത് ക്ലാസ് ഫയർ ആണ്? ക്ലാസ് കെ ഓർ എഫ്. അന്താരാഷ്ട്ര ഫയർ ഫൈറ്റേഴ്സ് ദിനം എന്നാണ് ആചരിക്കുന്നത്? മെയ് 4. ഇന്ത്യയിൽ ദേശീയ അഗ്നിശമന സേവന ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 14. 1944 ഏപ്രിൽ 14 മുംബൈ തുറമുഖത്തുണ്ടായ കപ്പൽ സ്ഫോടന ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി ദേശീയ ഫയർ സർവീസ് ദിനം ആചരിക്കുന്നത്? ആ കപ്പലിന്റെ പേരെന്ത്? SS ഫോർട്ട് സ്റ്റിക്കിൻ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ മോട്ടോ വി സെർവ് ടു സേവ്. കേരളത്തിൽ ഫയർഫോഴ്സ് വിളിക്കേണ്ട അടിയന്തര നമ്പർ ഏതാണ്? 101. ഇന്ത്യയിലുടനീളം ഏകീകൃത അടിയന്തര സഹായത്തിനായി ഉപയോഗിക്കുന്ന നമ്പർ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം 112. തീപിടുത്തമുള്ള ഒരു മുറിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണ്? നിലത്തുകൂടി ഇഴഞ്ഞു നീങ്ങുക. ആദ്യമായി ഫസ്റ്റ് എയ്ഡ് എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? ഫെഡറിക് എസ്മാർക്ക്. പ്രഥമ ശുശ്രൂഷയിലെ ABC എന്നതിൽ എ എന്തിനെ സൂചിപ്പിക്കുന്നു? എയർവേ. പ്രഥമ ശുശ്രൂഷയിലെ ABC എന്നതിൽ ബി എന്തിനെ സൂചിപ്പിക്കുന്നു? ബ്രീത്തിങ്. പ്രഥമ ശുശ്രൂഷയിലെ ABC എന്നതിൽ സി എന്തിനെ സൂചിപ്പിക്കുന്നു? സർക്കുലേഷൻ. CPRന്റെ പൂർണ്ണരൂപം എന്താണ്? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. മുതിർന്ന ഒരാൾക്ക് CPR നൽകുമ്പോൾ നെഞ്ചിൽ അമർത്തേണ്ടത് മിനിറ്റിൽ എത്ര തവണയാണ്? 100 മുതൽ 120 തവണ. മുതിർന്ന ഒരാൾക്ക് CPR നൽകുമ്പോൾ ചെസ്റ്റ് കംപ്രഷനും കൃത്രിമ ശ്വാസോച്ഛ്വാസവും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 30:2. തൊണ്ടയിൽ ഭക്ഷണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടുങ്ങി ശ്വാസം മുട്ടുമ്പോൾ നൽകുന്ന പ്രഥമ ശുശ്രൂഷ രീതി ഏതാണ്? ഹെംലിക് മാനുവർ. പൊള്ളലേറ്റ ഭാഗത്ത് ആദ്യം ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? തണുത്ത പൈപ്പ് വെള്ളം ഒഴുക്കുക. അസ്ഥിഭംഗം സംഭവിച്ച ഭാഗം അനങ്ങാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പ്ലിന്റ്. കഠിനമായ രക്തസ്രാവം തടയാൻ മുറിവിന് മുകളിലായി കെട്ടുന്ന തുണി അല്ലെങ്കിൽ ബെൽറ്റിനെ വിളിക്കുന്ന പേര് ടൂർണിക്കറ്റ്. പാമ്പ് കടിയേറ്റാൽ ചെയ്യരുതാത്ത കാര്യം എന്താണ്? രോഗിയെ ഓടാനോ നടക്കാനോ അനുവദിക്കുക. മുറിവ് ബ്ലേഡ് ഉപയോഗിച്ച് കീറി ചോര കളയുക. നായ കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് 15 മിനിറ്റോളം നന്നായി കഴുകുക. താപാഘാതം ഏറ്റ ഒരാൾക്ക് നൽകേണ്ട പരിചരണം എന്താണ്? തണലുള്ളതും തണുപ്പുള്ളതുമായ സ്ഥലത്തേക്ക് മാറ്റുക. ശരീരം നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക. ബോധമുണ്ടെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ നാരങ്ങ വെള്ളമോ നൽകുക. ബോധരഹിതനായ എന്നാൽ ശ്വാസമെടുക്കുന്ന ഒരു രോഗിയെ കിടത്തേണ്ട സുരക്ഷിതമായ പൊസിഷൻ ഏതാണ്? റിക്കവറി പൊസിഷൻ. ഷോക്ക് ഏറ്റ രോഗിയുടെ കാലുകൾ അല്പം ഉയർത്തി വെക്കുന്നത് എന്തിനാണ്? ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കുമുള്ള രക്തപ്രവാഹം കൂട്ടാൻ. കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് ആളുകളെ താഴേക്ക് ചാടിച്ച് രക്ഷപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വായു നിറഞ്ഞ വലിയ കുഷ്യൻ ഏതാണ്? റെസ്ക്യൂ കുഷ്യൻ ഓർ ജമ്പിംഗ് ഷീറ്റ്. വെള്ളപ്പൊക്കത്തിലും കടലിലും ആളുകളെ രക്ഷപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന വട്ടത്തിലുള്ള ഫ്ലോട്ടിംഗ് ഉപകരണത്തിന്റെ പേരെന്ത്? ലൈഫ് ബോയ്. ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പുക നിറഞ്ഞ സാഹചര്യത്തിൽ ഫയർ ഫൈറ്റർമാർ ധരിക്കുന്ന ഉപകരണത്തിന്റെ പേര് SCBA.
സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടു പോയാൽ സ്വീകരിക്കേണ്ട സുരക്ഷിത മാർഗം മേശയുടെയോ കട്ടിലിന്റെയോ അടിയിൽ അഭയം പ്രാപിക്കുക. രാസവസ്തുക്കൾ മൂലമുണ്ടാകുന്ന തീപിടുത്തങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പ്രത്യേക വസ്ത്രം ഏതാണ്? ഹസാർഡസ് മെറ്റീരിയൽ സ്യൂട്ട്. കപ്പലുകളിലും വലിയ കെട്ടിടങ്ങളും തീപിടുത്തമുണ്ടാക്കുമ്പോൾ പുക പുറത്തേക്ക് കളയാൻ ഉപയോഗിക്കുന്ന ഫാൻ, സ്മോക്ക് ഇജക്ടർ, പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്റർ. കിണറ്റിലോ മാളങ്ങളിലോ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ജീവനക്കാർക്ക് ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുവാൻ ആദ്യം പരിശോധിക്കുന്ന ഉപകരണം ഗ്യാസ് ഡിറ്റക്ടർ. കെട്ടിടങ്ങളിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ സ്വയം പ്രവർത്തിച്ച് വെള്ളം ചീറ്റുന്ന സംവിധാനം ഏതാണ്? ഫയർ സ്പ്രിങ്ക്ലർ. ഒരു സ്ഥലത്ത് തീപിടുത്തമുണ്ടാകുമ്പോൾ ആദ്യഘട്ടത്തിൽ പുക തിരിച്ചറിഞ്ഞ് അലാറം മുഴക്കുന്ന ഉപകരണം സ്മോക്ക് ഡിറ്റക്ടർ. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രകൃതി ദുരന്തങ്ങളിൽ പെടാത്തത്? രാസവസ്തു ചോർച്ച. ഇന്ത്യയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ദേശീയ സംഘടനകൾ ഏതെല്ലാം? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആൻഡ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. NDMA-യുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. അപകട സ്ഥലങ്ങളിൽ നിന്ന് പരിക്കേറ്റവരെ സുരക്ഷിതമായി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ട്രെച്ചർ.